തൊടുപുഴ ഇല്ലിച്ചാരിയിൽ വീണ്ടും പുലി ഇറങ്ങി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. 3 പുലിയെ പിടികൂടാൻ മുമ്പ് പുലിയെ പിടികൂടാൻ ഈ പ്രദേശത്ത് ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. ഇന്നലെ വീണ്ടും ഒരു കൂട് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പുലിയെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ. എല്ലാ സ്ഥലത്തും കാട്ടാനയും കടുവയും പുലിയുമൊക്കെ ഇറങ്ങുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇല്ലിച്ചാരിയിൽ എന്താ സംഭവിക്കുന്നത്? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പറയൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വന്യജീവികളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുകയാണോ എന്നൊരു സംശയമാണ്. എന്തായാലും ഇല്ലിച്ചാരിയിലെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട്. വനം വകുപ്പ് അത് സ്ഥിരീകരിച്ചതുമാണ്. അതിന് പിന്നാലെ ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ കൂട്ടിൽ ഈ പുലി കുടുങ്ങിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇന്നലെ ഒരു കുറുക്കനെയും പട്ടിയെയും പുലി കടിച്ചു തിന്നിരുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടതോടെ അതും പുലി തന്നെ ചെയ്തതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഒരു കൂട് കൂടി സ്ഥാപിച്ചു. അതിന്റെ ആ താടിനെയാണ് ഇരയായി കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ ഇന്നും രാവിലെയും അത് കുടുങ്ങിയിട്ടില്ല. വലിയ തരത്തിലുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആളുകൾക്കുണ്ട്. വനംവകുപ്പിന്റെ നടപടികൾ കൃത്യമായിട്ടുണ്ടെങ്കിലും പക്ഷെ വനംവകുപ്പിന്റെ വഴിയിലേക്ക് പുലി വരുന്നില്ല. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുകയുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.